വൈകിട്ട് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കായ അവിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കായ അവിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. 1/4 കപ്പ് ശർക്കരയിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര ഏകദേശം ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലോട്ട് 2 നേന്ത്രപ്പഴം അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് പാകമായി വരുന്നത് വരെ നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. കായ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 കപ്പ് അവല് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അവല് നല്ല വറുത്ത അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഏലക്കായ ഒന്ന് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് കേട്ടോ. ശർക്കര പഴത്തിലും അവിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കായ അവിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകല്ലേ.